ഞങ്ങളുടെ വീടുകളിൽ, അയൽപ്പക്കത്തെ വീടുകളിൽ, ബന്ധുക്കളുടെ വീടുകളിൽ സേവനവുമായി വന്നവരാണ് ഗ്രേസിന്റെ ആളുകൾ. ഇന്ന് ഗ്രേസ് ഏറ്റവും പാരമ്പര്യമുള്ള വലിയൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അതായത് മറ്റ് പാലിയേറ്റീവ് കെയറുകൾ ചെയ്യുന്നതിന് 1993 ആണ് പാലിയേറ്റീവ് കെയർ കേരളത്തിൽ തുടങ്ങുന്നത്. അന്ന് അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഡോക്ടർ രാജഗോപാൽ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഡോക്ടർ മാറിയിട്ടുണ്ട്. കേരളത്തിലെ പാലിയേറ്റീവ് കെയർ, കേരളത്തിലെ പാലിയേറ്റീവ് കെയറിൻ്റെ മോഡൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ തന്നെ ആളുകൾ കോഴിക്കോട് അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സംഘാടകരെ ചെറുതാക്കാനല്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വന്നിരുന്നതിന് ശേഷം നമ്മുടെ ഔദ്യോഗിക മൈക്കിലൂടെ പറഞ്ഞ സംഗതികൾ നിങ്ങൾ മൈക്കാണെങ്കിൽ ഞാൻ സംസാരിക്കുള്ളൂ. ആർക്കും മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കൂട്ടില്ല, നിങ്ങൾ പറഞ്ഞാൽ കൂട്ടില്ല. കുട്ടികൾ പറയാം എന്ത് ചെയ്യണം, എന്തിനവിടെ വന്നു മരുവരുന്നു ഇവിടെ വയ്യും എന്തായില്ല ശമ്പളം കിട്ടണ്ടോ? സാഹിത്യകളെ ഞാൻ വിശ്വസിച്ചില്ല. ഒരാളുള്ളൂ, നിങ്ങൾക്ക് അറിവുള്ളൂ ഒരാളെ, നിങ്ങൾ പറഞ്ഞ അറിവുള്ള ഒരാളെ. പക്ഷേ നമ്മൾ ഇത്തരം ചോദ്യങ്ങളോട് കൃത്യമായിരുന്നു എങ്കിലും ഉള്ളിൽ നന്ദി എന്ന ഫോർമൽ വാക്കിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയാവാൻ സാധ്യതയുള്ളതിന് ഞാൻ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. വളരെ സന്തോഷം എൻ്റെ മുന്നിലിരിക്കുന്ന യുവ തലമുറയെ കാണുമ്പോൾ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, അവിടെ യുവാക്കൾക്കുള്ള റോൾ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. അതിന് നല്ലൊരു ക്ലാസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ അടുത്തിരുന്നു. ഞാൻ അവളുടെ 2 കൈയും ചേർത്ത് പിടിച്ചു. അവൾ കരയാൻ തുടങ്ങി, സന്തോഷം കൊണ്ട് കരയുകയാണ് അവൾ. ഞാൻ അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. മൗസക്കയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ അസ്സലാമു അലൈക്കും എന്നോട് പറഞ്ഞു. ഞാൻ സലാം മടങ്ങി. പിന്നെ ഞാൻ അവളുടെ ഉമ്മയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മോൾക്ക്? അപ്പം പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. Kaya